ഒരു ഗ്രാമത്തിൽ മോഹൻ എന്ന് പേരുള്ള വളരെ സ്വഭാവിയായ സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മോഹന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും തന്നെ മോഹൻ കുഞ്ഞായിരുന്നപ്പോൾ മരിച്ചുപോയി. അവരുടെ മരണശേഷം മോഹൻ ഇപ്പോൾ തന്നെ പോലെയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിലുണ്ടായ ആ മാറ്റം ഗ്രാമത്തിലുള്ളവരെല്ലാരും മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ മോഹൻ തന്റെ തുണികളൊക്കെ കെട്ടിയെടുത്തുകൊണ്ട് ഗ്രാമത്തിന്റെ അതിര് കടന്ന് പോവുകയായിരുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തലവൻ മോഹൻ പോകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, എന്താ കാര്യം മോഹൻ, ഒരു മൂട്ടയെടുത്ത് എങ്ങോട്ടാ പോകുന്നത്? മുതലാളി, ഇപ്പോഴെന്റെ വീട്ടിൽ എനിക്ക് സ്വൈര്യേ കിട്ടുന്നില്ല. എന്തിനങ്ങനെ പറയുന്നത്? നിന്റെ വീട്ടിൽ നിനക്ക് ചെറുപ്പത്തിലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവല്ലോ. ആ വീട്ടില് നിന്റെ അച്ഛനമ്മകളൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടാവും, അത് മറക്കണ്ട. അവരാണെങ്കിൽ ഇപ്പോൾ ഈ ലോകത്തിലും ഇല്ല. മുതലാളി, ഈ ലോകത്തിലുള്ളവരെല്ലാരും ഒരു ദിവസം പോയല്ലേ പറ്റുള്ളൂ. അവരുടെ ഓർമ്മ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ എങ്ങനെ വേണേ സംസാരിക്കാം മോഹൻ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ നീ വലിയ വാക്കുകളാണ് സംസാരിക്കുന്നത്. മനുഷ്യന്മാർ ഈ ലോകത്തിൽ വേറെ ഒരു കണ്ണോട്ടത്തിൽ നോക്കിയാൽ അവരൊക്കെ ഇതുപോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മുതലാളി. പക്ഷേ നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? അത് വന്നിട്ട് മുതലാളി, ഞാനിപ്പോൾ ഈ മൊത്തം ലോകം ചുറ്റാന്ന് വിചാരിക്കുന്നു. എന്നെ കൊണ്ട് ഒരേ സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഈ മൊത്തം ലോകവും എന്റെ വീടെന്ന് നിങ്ങൾ കരുതിക്കോളൂ. എന്റെ ആശീർവാദം നിനക്ക് എപ്പോഴും ഉണ്ടാവും മോഹൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹൻ തന്റെ ഗ്രാമത്തിന്റെ അതിര് കടന്നു പോയി. തന്റെ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെ ഒരു കാട്ടിൽ ഒരു കുടിൽ കെട്ടി അദ്ദേഹം താമസിച്ചു. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ മോഹൻ കാട്ടിൽ വിറക് വെട്ടാനായി ചെന്നു. പക്ഷെ വൈകുന്നേരം അദ്ദേഹം തന്റെ കുടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടിൽ മഴ കാരണം ഇല്ലാതായിരുന്നു. ഇപ്പോഴെനിക്ക് ഈ സ്ഥലത്ത് വിട്ട് പോകണമെന്ന് തോന്നുന്നു. ഈ കുടില് വീട് പൊട്ടിയത് കൊണ്ട് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ആ ദൈവം തന്നെ ഞാൻ ഇവിടെ താമസിക്കാൻ പാടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് മോഹൻ ആ സ്ഥലത്തു നിന്നും പോയി. പിന്നെ മറ്റൊരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം ചെന്നു. മോഹന്റെ മുഖത്തുള്ള പ്രകാശം കണ്ടിട്ട് ആ ഗ്രാമത്തലവൻ മോഹനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു നല്ല പ്രകാശം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മോഹനാണ്. പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്ന തോന്നുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് എന്റെ മുഖത്തിൽ എന്തോ പ്രകാശം ഉണ്ടെന്ന്? പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുന്ന വിരുന്നാളികളൊക്കെ നന്നായിട്ട് നോക്കണമെന്നാണ് ഞങ്ങളുടെ ശീലം. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വിരുന്നാളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ഇല്ല, ഈ മൊത്തം ലോകവും എന്റെ വീട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ മാത്രം താമസിക്കാൻ പറ്റില്ല. ശരി, കുറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും എൻ്റെ വീട്ടിൽ താമസിക്കാമല്ലോ. ഞങ്ങളുടെ വിരുന്നുകാർ നോക്കാൻ വേണ്ടി എനിക്കൊരു വായ്പ തന്നൂടെ? നിങ്ങൾ ഇത്രയും വാശി പിടിക്കുന്നതുകൊണ്ട് എന്നാ ഓക്കെ, ഞാൻ വരാം. തലവൻ മോഹനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം മോഹനെ നല്ല രീതിയിൽ പരിചരിച്ചു. പോകുമ്പോൾ തലവൻ മോഹനെ ഒരുപാട് ലഡ്ഡു കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഈ ലഡ്ഡു കഴിച്ചോളൂ. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് മുതലാളി. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹൻ ആ സ്ഥലത്തു നിന്നും പോയി. മോഹൻ ഒരുപാട് ദൂരം വരെ നടന്നു ചെന്നു. നടന്നു പോകുമ്പോൾ മോഹൻ മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് കയറി. ആ ഗ്രാമത്തിൽ അദ്ദേഹം ഒരു വയസ്സനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? എന്താ നിങ്ങളുടെ തലയിൽ നിന്ന് ചോര വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ആരാണ് മോനെ? നീ ഈ ഗ്രാമത്തിലെ ആളല്ലല്ലോ. ആ അതെ മുത്തശ്ശ, ഞാൻ ഈ ഗ്രാമത്തിലല്ല. പക്ഷെ നിങ്ങളുടെ തലയിൽ ചോര എന്തിനാ വരുന്നത്? അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ 3 ദിവസമായിട്ട് വിശപ്പോണ്ടിരിക്കുകയാണ് മോനെ. വിശപ്പ് കൊണ്ട് എന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയി. എനിക്ക് കുറച്ചുപോലും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് ഈ ലഡ്ഡു ഉണ്ട് മുത്തച്ഛ, അത് വേണേ നിങ്ങൾ കഴിച്ചോളൂ. ആദ്യം നിങ്ങളുടെ വിശപ്പ് തീർക്കാൻ നോക്ക്. എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എന്താ കഴിക്കാൻ പറ്റാത്ത? നീ തരുന്ന ലഡ്ഡു ഞാൻ മാത്രം കഴിച്ചാൽ ചൗധരിയുടെ ആൾക്കാര് നിന്നെ വല്ലാതെ ഉപദ്രവിക്കും. എന്നെ കാരണം ഉപയോഗിച്ച് നീ അടി വാങ്ങുന്നത് എന്നെ കൊണ്ട് എപ്പോഴും സഹിക്കാൻ പറ്റില്ല മോനെ, മനസ്സിലായിക്കോ? അവരെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നിനെ പറ്റി ആലോചിക്കാണ്ട് നിങ്ങളുടെ വിശപ്പ് തീർക്കാൻ നോക്ക്. നിങ്ങൾക്ക് ഈ നേരത്തിൽ നിങ്ങൾക്ക് ഭക്ഷണമാണ് മുഖ്യം. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ. പക്ഷേ 3 ദിവസമായിട്ട് ഈ ഗ്രാമത്തിൽ ഞാൻ ഭക്ഷണം ചോദിക്കുകയായിരുന്നു. പക്ഷെ ആരും എനിക്ക് ഒരു 2 റൊട്ടി പോലും തന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും പറയൂ, എന്തിനാ നിങ്ങളുടെ തലയിൽ ചോര വരുന്നത്? നമ്മളുടെ ഗ്രാമത്തിൽ വളരെ കെട്ട സ്വഭാവമുള്ള ഒരു ജമീന്ദാറുണ്ട്.
അവര് പാവമായ ജനങ്ങളെടുത്ത് നിന്ന് അവരുടെ സ്ഥലങ്ങളൊക്കെ പിടിച്ചു വാങ്ങിക്കോളും. ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവരെ വല്ലാതെ ഉപദ്രവിച്ച് അവരെ ഒതുക്കിക്കളയും. പിന്നെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം നൽകാതെ ഇരുത്തിപ്പിക്കും. ഞാനും അത് തെറ്റാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥിതി വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ മനസ്സിൽ പെട്ടതല്ലേ നിങ്ങൾ ചോദിച്ചത്. പിന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും കള്ളവും പറയില്ല. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്കൊരു നല്ല മനസ്സുള്ള പയ്യനാണെന്ന്. മോനെ, സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലൊക്കെ നിന്നെ പോലുള്ള ഒരു പയ്യനാണ് ആവശ്യം. ഈ ഗ്രാമത്തിലുള്ള ചൗധരി ഇവിടെയുള്ള പാവപ്പെട്ട ചക്കന്മാരൊക്കെ വല്ലാതെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ അവരെല്ലാരെയും കൂലി ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. മോഷ്ടിക്കാനും പറയുന്നുണ്ട്. ഗ്രാമത്തിലുള്ള വയസ്സായ പിള്ളേരൊക്കെ അവരുടെ അച്ഛനമ്മ പറയുന്ന വാക്കുകൾ പോലും കേൾക്കുന്നില്ല. നിങ്ങളൊന്നും വിഷമിക്കേണ്ട മുത്തശ്ശ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തന്നേക്കാം. മോഹൻ അദ്ദേഹത്തോട് ഇത് പറഞ്ഞതേയുള്ളൂ. അപ്പോഴാണ് ചൗധരിയുടെ ചില അടിയാൾകൾ അവിടേക്ക് വന്നത്. പിന്നെ ആ വയസ്സനായ മനുഷ്യന്റെ കയ്യിലെ ലഡു കണ്ടിട്ട് ദേഷ്യത്തിൽ അവരുടെ കണ്ണുകൾ ചുവന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളുടെ പേര് ബല്ലി. അവൻ ജമീന്ദാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ദേഷ്യത്തിൽ മോഹനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഈ കിഴവന് ലഡു ആരാണ് തന്നത്? ഇദ്ദേഹത്തിന് ഞാനാണ് കൊടുത്തത്. നിങ്ങൾക്ക് ആരടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് മര്യാദ അറിയില്ലേ? ഇദ്ദേഹം വയസ്സിൽ നിങ്ങളോട്ട് എത്ര വലിയ ആളാണ്. നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് ഇദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് നാണമില്ലേ? നാണം വിട്ട് സംസാരിച്ചാലേ പിന്നെ സാധിക്കാൻ പറ്റില്ല. ഈ കാര്യമൊന്നും നീ കേട്ടിട്ടില്ലേ? ഇല്ല. ഞാനെന്താ കേട്ടെന്ന് വെച്ചാൽ, മര്യാദ തന്നാലേ നല്ലത് നടക്കുള്ളൂ. ഞാൻ എപ്പോഴും നല്ലത് സംസാരിക്കും, നല്ലതേ വിചാരിക്കുള്ളൂ. എന്നാ ചീത്ത കാര്യം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ബല്ലി വളരെ ദേഷ്യത്തോടെ മോഹന്റെ ചെവിട്ടത്തൊരടി നൽകി. അടി കിട്ടിയതും മോഹൻ ചിരിച്ചു. ബല്ലി വീണ്ടും അദ്ദേഹത്തിന്റെ ചെവിട്ടത്ത് അടിച്ചു. ഇനിയൊരു അടി കിട്ടിയതിനു ശേഷം പോലും മോഹൻ ചിരിക്കാൻ തുടങ്ങി. മോഹൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. ബല്ലി വളരെ ദേഷ്യപ്പെട്ട് മോഹന്റെ ചെവിട്ടത്ത് തുടർന്ന് അടിച്ചുകൊണ്ടേയിരുന്നു. ചേടാ, നിന്നെ എന്താ മണ്ണിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്നെ ഇത്രയും തല്ലിയിട്ട് നീ വേദനിക്കുന്നില്ലേ എനിക്ക്? എന്നാലും നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. നിനക്കെന്താ ദേഷ്യം വരുന്നില്ലേ? ഈ ഗ്രാമത്തിൽ എങ്ങനെ നിങ്ങൾ എന്നെ തല്ലുന്നത് സമാനം ചെയ്യുന്നുണ്ടോ? അതേപോലെയാണ് ഞാൻ പോയ ഗ്രാമത്തിൽ പോയപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ലഡുവായിട്ട് ഭക്ഷണം തന്നു. ദേഷ്യത്തിനെതിരെ ദേഷ്യമായിട്ട് നിൽക്കുന്ന ആവശ്യമില്ല. ദേഷ്യം എപ്പോഴും സ്നേഹത്തിന് താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് ബല്ലിക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല. അദ്ദേഹം ആ സ്ഥലത്തു നിന്നും പോയി. ആ വയസ്സായ മനുഷ്യൻ മോഹനെ തന്നോടൊപ്പം തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണോ ഉള്ളത്? അതെ മോനെ, പക്ഷെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കുണ്ടാവില്ല. ചില വർഷങ്ങൾ മുമ്പ് എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയി. അവൾ പോയതിനു ശേഷം എൻ്റെ ഒരേയൊരു മകളും അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവളും ചില വർഷങ്ങൾ മുമ്പ് സിറ്റിക്ക് വേണ്ടി നോക്കിയിട്ട് ജോലിക്കായി അവൾ പോയിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ തങ്ങളുടെ മകനായിട്ട് എന്നെ വിചാരിച്ചോളൂ. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല മോനെ. ആ ബല്ലി നിന്നെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് പറ്റിയാൽ അവനെ തിരിച്ച് തല്ലിക്കൂടെ? പക്ഷെ നീ എന്താ അവനെ തല്ലാതെ ഇരുന്നത്? ഒരു പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനുള്ള കോപം ഇന്നും വളരെ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു ദേഷ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിരോധി മുത്തച്ഛ. ദേഷ്യം വെറും പകവിട്ടാൻ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. പിന്നെ മനുഷ്യൻ മൃഗമായിട്ട് മാത്രമേ മാറാൻ തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ നോക്കിയില്ലേ? ഞാൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെടാത്തത് കൊണ്ട് അവൻ മിണ്ടാതെ അവിടുന്ന് പോയല്ലോ. നിങ്ങൾ അവൻ അവിടുന്ന് പോയത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അവൻ അവിടെ പോകുമ്പോൾ അവന്റെ നല്ല സ്വഭാവം ഞാൻ ആ മുഖത്തിൽ കണ്ടിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. നീ വലിയ ജ്ഞാനി പോലെയാണ് സംസാരിക്കുന്നത്. നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, എപ്പോഴും നീ ഇതുപോലെ സംസാരിക്കുന്ന എനിക്ക് കേൾക്കണ പോലെ തോന്നുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് മോഹൻ ചിരിക്കാൻ തുടങ്ങി. ആ ദിവസത്തിന് ശേഷം മോഹൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ജീവിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മോഹൻ ഒരു പഴയ കെട്ടിടത്തിലേക്ക് ചെന്നു. അവിടെയാണ് ഗ്രാമത്തിലുണ്ടായിരുന്ന യൗവനക്കാരൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നത്. മോഹനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് മോഹനോട് എന്തു പറഞ്ഞെന്നാൽ, നീ എന്തിനാ അങ്ങോട്ട് വന്നത്? നടക്കും ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് ചൂത് കളിക്കണോ? ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയാന്ന് വരുന്നത് വെച്ചാൽ, ഈ ചൂതുകളി ഒരു നല്ല സ്വഭാവമല്ല. ഇത് വളരെ ഒരു ചീത്ത സ്വഭാവമാണ്. പക്ഷേ ഞങ്ങൾക്കിത് കളിക്കുമ്പോൾ വളരെ സൂപ്പറായിട്ടുണ്ടല്ലോ. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ തന്നെ കുറെ കാശ് കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും ചൂതുകളിയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്താവും? അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുശേഷം ഒന്നും ആവില്ലല്ലോ, നടക്കുമല്ലോ. അതിനുശേഷം നിങ്ങളുടെ മൊത്ത കുടുംബം വിഷപ്പത്തോടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും ആ ചൗധരിന്റെ അടുത്താണ് കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്.
അതേ ചൗധരി, അവരെല്ലാരും കുടുംബം ചെയ്തിട്ട് അധികമായിട്ട് വട്ടിയും വാങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാരും കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥലം തന്നെ അവൻ നിങ്ങളെ പറ്റിച്ച് അവന്റെ പേരിൽ മാറ്റുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ അന്ധനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ചൗധരി നിങ്ങളെ മയക്കിയിട്ട് ഇങ്ങനെ അന്ധനാക്കിയിട്ടുണ്ട്. ഈ ചൂതുകളി കളിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ചൂതുകളി വിട്ടിട്ട് നിങ്ങളുടെ വയലിൽ പോയി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ അവനെക്കാട്ടും ഒരു വലിയ പണക്കാരനാവാൻ പറ്റും. ഇതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം, ഇനി ഞങ്ങൾ ചൂതുകളി കളിക്കാനേ ഇല്ല. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് നല്ല വഴിയാണ് നിങ്ങൾ കാണിച്ചെന്നത്. അന്നു മുതൽ ആ ഗ്രാമത്തിലെ ചൂതുകളിയെല്ലാം നിന്നു. ഗ്രാമത്തിലെ ജനങ്ങൾക്കുണ്ടായ ഈ മാറ്റമൊക്കെ കണ്ടിട്ട് ഗ്രാമത്തലവനായ ചൗധരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യത്തോടെ ബല്ലിയോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ബല്ലി? ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാരും തിരിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് പണയെ കിട്ടില്ലല്ലോ. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണ്? അവനെ പറ്റി എന്റെ അടുത്ത് പറ. അവന്റെ പേര് മോഹനാണ്. അവൻ ഈ ഗ്രാമത്തുകാരനല്ല. ഏത് ഗ്രാമത്തിൽ നിന്നാ വന്നതെന്ന് അറിയില്ല. നിങ്ങളൊരു കിഴവനിട്ടിട്ട് വല്ലാതെ തല്ലിയില്ലേ? അവനിപ്പോൾ ആ കിഴവന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എല്ലാ കാര്യവും അറിഞ്ഞിട്ടും പിന്നെ നീ എന്തിനാ അവന് പാഠം പഠിപ്പിച്ചു കൊടുക്കാത്തത്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ചൗധരി മുതലാളി? ഞാൻ അവനെ തല്ലിയിട്ടില്ലെന്നാണോ? പക്ഷെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവനെ എത്ര അടിച്ചാലും അവൻ എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മുതലാളി. പക്ഷെ എന്താന്ന് അറിയുന്നില്ല. എനിക്ക് അവനെ കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്ത പാവമായിട്ട് തോന്നുന്നു. നിനക്ക് ബുദ്ധി കെട്ടുപോയെന്നാ തോന്നുന്നത്. വേഗം തന്നെ ഗ്രാമത്തിൽ പോയി എല്ലായിടത്തും പറഞ്ഞിട്ട് വാ. ഗ്രാമത്തിലുള്ളവരാരും ആ കിഴവനും പിന്നെ ആ പയ്യനും ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പോ. ഇല്ലെങ്കിൽ ചൗധരി അവരെ അടിച്ച് നല്ലോണം മോശമാക്കുമെന്ന് പറഞ്ഞേക്ക്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞേക്ക്. പോയി അവരെ അടിച്ച് നാശാക്കി കളയുന്നു. നീ തന്നെ നോക്കിക്കോളൂ. അവൻ കുറച്ച് ദിവസത്തിലേക്ക് ഇവിടുന്ന് ഓടിപ്പോയേക്കും. ചൗധരി പറഞ്ഞത് കേട്ടിട്ട് ബല്ലി അവിടെ നിന്നും പോയി. പിന്നെ അവൻ അതുപോലെ തന്നെ ചെയ്തു. അതായത് ചൗധരി അവനോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത്. ആ ദിവസത്തിനു ശേഷം മോഹൻ പിന്നെ ആ വയസ്സായ ആളിന് റേഷൻ അവർ നിർത്തിവെച്ചു. പേടി കാരണം ആ ഗ്രാമത്തിലുള്ള ഒരാൾ പോലും അവർ രണ്ടുപേർക്കും തന്റെ വീട്ടിൽ നിന്നും ഒരു വെള്ളം പോലും നൽകിയില്ല. ഇതെല്ലാം കണ്ടിട്ട് ആ വയസ്സനായ മനുഷ്യൻ മോഹനോട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ എന്ത് കാര്യം വിചാരിച്ചോ ആ കാര്യമാണ് നടന്നിരിക്കുന്നത്. നീ എന്തിനാ ഈ സ്ഥലം വിട്ടിട്ട് പോകാത്തത്? നിങ്ങൾ വിഷമിക്കേണ്ട മുത്തശ്ശ, ഞാനും നോക്കിക്കോളാം. നമുക്ക് നോക്കാലോ ഈ ചൗധരിക്ക് ഇനി എത്ര ദിവസമാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന്. അവർക്ക് എന്തായാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അദ്ദേഹമാണ് തോറ്റുപോകുന്നത്. ഇവിടെ നോക്കും മോനെ, നിനക്ക് ചൗധരിനെ പറ്റി അറിയില്ല. അവൻ വളരെ മോശമായുള്ള മനുഷ്യനാണ്. അദ്ദേഹം എത്ര വലിയ മോശമായ ആളായാലും ശരി, സത്യത്തിന് മുമ്പ് അദ്ദേഹം പേടിച്ചില്ലേ പറ്റുള്ളൂ. അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്റെ സത്യം എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ നന്നാക്കി വിടുന്നത് എനിക്ക് നിർത്താൻ പറ്റില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും വളരെ നന്നായിട്ട് വരുന്നവരെ ഞാൻ വിടില്ല. ഈ കാരണം കൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറാണ് മുത്തശ്ശ. മനസ്സിലായോ? മോഹൻ ആ ഗ്രാമത്തിലുള്ള ജനങ്ങളോട് നല്ലത് പറയുന്നത് നിർത്തിയതേ ഇല്ല. ഇതെല്ലാം കണ്ടിട്ട് ചൗധരി താൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു. പിന്നെ ഒരു ദിവസം അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് തന്റെ ആൾക്കാരോട് പറഞ്ഞ് മോഹനെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ എന്റെ അടുത്തൊരു സാധു വന്നതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം വയസ്സ് പിള്ളേരാണ്. നിങ്ങളുടെ വയസ്സ് വളരെ സന്തോഷമായിട്ടുള്ള വയസ്സാണ്. എന്റെ വയസ്സ് സന്തോഷമായിട്ടുള്ള വയസ്സാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വയസ്സും ദൈവത്തിന്റെ വഴങ്ങുന്ന വയസ്സാണ്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇവിടെ എല്ലാരും ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്കെന്തോ നീ ഒരു സാമിയാറായിട്ടാണ് മാറാൻ പോകുന്നത്. സാമിയാറാവണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കും നീ ഇത്ര മെല്ലച്ച് സംസാരിക്കുന്നത്. എനിക്ക് സ്വാമിജിയെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും ദിവസം വിശപ്പോടും പിന്നെ ദാഹത്തോടും ഞാൻ നിൽക്കില്ലല്ലോ. എന്റെ തുണിയോടെ മൂട്ട എടുത്തിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവല്ലോ. എനിക്ക് നിങ്ങളെ പറ്റി എല്ലാ കാര്യവും അറിയാം. എന്നെ പറ്റി നിനക്ക് എന്ത് അറിയാം? നീ ഈ ഗ്രാമത്തുകാരനെ അല്ല. ആ, ഞാൻ ഈ ഗ്രാമത്തുകാരനല്ല. പക്ഷെ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് കുറെ ദിവസങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്കൊരു മകനുണ്ടാകുന്ന എനിക്കറിയാം. അവനൊരു റോഡ് ആക്സിഡന്റിൽ മരിച്ചും പോയി. നിങ്ങൾ ആ ആക്സിഡന്റിൽ നിന്ന് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ കുറെ പേര് വല്ലാതെ ശല്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മിക്കണം. ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രക്ക് നിർത്താതെ നിങ്ങൾ അടിച്ചിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തും എല്ലാം ഇവിടെ തന്നെയല്ലേ ഉണ്ടാവുക. നിങ്ങളെ കൊണ്ട് ₹1 പോലും നിങ്ങൾക്ക് തിരിച്ചെടുത്തിട്ട് പോകാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ? നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ദൈവത്തിനടുത്താണ് പോകേണ്ടത്. കുറച്ച് ആലോചിക്ക് ചൗധരി. നിങ്ങളെ പോലുള്ള മോശമായ ആളിന് വേണ്ടി ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങൾ പാവമെന്ന് നോക്കില്ല. ജനങ്ങളെല്ലാരും നിങ്ങളോട് ദേഷ്യമായിട്ട് നിൽക്കുകയാണ്. അതും നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നല്ല കാര്യം ചെയ്തോളൂ. ജനങ്ങളെല്ലാരും നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എതിർകാലത്തിൽ ആരും നിങ്ങളെ പറ്റി നല്ലതേ പറയില്ല. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് ചൗധരിയുടെ മനസ്സിൽ അങ്ങനെ എന്തു മാറ്റമുണ്ടായെന്നറിയില്ല.
ചൗധരി നന്നായി മോഹനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, എന്നോട് ക്ഷമിക്കുമോനെ, ഞാൻ വളരെ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഞാൻ എത്ര സ്ഥലങ്ങൾ പറ്റിച്ചിട്ടുണ്ടോ ആ എല്ലാ സ്ഥലവും ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഇന്നു മുതൽ ആ ഈശ്വരന് പൂജ ചെയ്തോളാം. ഇന്നു മുതൽ നീ എന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചോളൂ. ഇല്ല ചൗധരി മുതലാളി, ഞാൻ പോവാനുള്ള നേരം വന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ ഗ്രാമത്തിൽ പോയിട്ട് ജനങ്ങളെ നന്നായിട്ട് ഞാൻ മാറ്റിക്കൊള്ളണം. ദൈവം തീർച്ചയായിട്ടും നല്ല വിജയമേ നിനക്ക് തരുള്ളൂ. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കാര്യം വരം എന്നാണ് എല്ലാരും പറയുന്നത്. എങ്ങനെ വെച്ചാൽ ഈശ്വരൻ ബുദ്ധരന് ഒരു വരം തന്നില്ലേ? നീയും അതേപോലെ തന്നെയാണ് നിന്റെ ലക്ഷ്യം നോക്കിട്ട് പോകുന്നത്. നിനക്ക് അതിൽ തീർച്ചയായിട്ടും വിജയം കിട്ടും. ചൗധരി പറഞ്ഞത് കേട്ടിട്ട് മോഹൻ ചിരിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട് അവിടെ നിന്നും പോയി. ഒരുപക്ഷെ ചൗധരി പറഞ്ഞത് നേരായിരിക്കും. മോഹന് കിട്ടിയത് ഒരു വരമായിരിക്കും, അതായത് ബുദ്ധന് കിട്ടിയതുപോലെയുള്ള ഒരു വരം.